അമ്മ മാതാവിന് സ്തുതി. എൻ്റെ പേര് ഷാൽബിൻ സെബാസ്റ്റ്യൻ. ഞാൻ മലപ്പുറം ഇടവകയിൽ നിന്നാണ് വരുന്നത്. BCA കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാതെ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ 2 ഓപ്ഷനാണ് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ പുറത്ത് പോയി പഠിക്കുക, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്. പുറത്ത് പോയി പഠിക്കുക എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്കെൻ്റെ പപ്പേനെ ഒരു 15 കൊല്ലം മുമ്പ് നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് പപ്പേൻ്റെ പേരിലായതുകൊണ്ട് തന്നെ ലോൺ കിട്ടൂല, എഡ്യൂക്കേഷൻ ലോൺ കിട്ടൂല എന്ന് പറഞ്ഞതുകൊണ്ട് അത് പാതിവല്ല ഉപേക്ഷിച്ചു. പിന്നെ മാതാവിൻ്റെ ഒരു ധ്യാനത്തിന് പുല്ലൂറമ്പാറ പോയപ്പോൾ അവിടെയുള്ളൊരു അച്ഛൻ പറഞ്ഞു, ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിനക്ക് ലോൺ കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ അതുവഴി നോക്കി. അപ്പോൾ അതിന് മുമ്പായിട്ട് വീടിനടുത്തുള്ള ഒരു കൃപാസനത്തിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂടെ പോന്നു. അപ്പോൾ അവരുടെ കൂടെ പോന്ന് ഇവിടെ എത്തി പ്രാർത്ഥിച്ചു. എന്താണെന്നറിയില്ല, പെട്ടെന്ന് തന്നെ മാതാവിനോട് ഒരുപാട് ഇഷ്ടം തോന്നി തുടങ്ങി. അതുവരെ ഞായറാഴ്ച പള്ളി പോയിക്കൊണ്ടിരുന്ന ഞാൻ എല്ലാ ദിവസവും പള്ളി പോകാൻ തുടങ്ങി. എല്ലാ ദിവസവും പ്രാർത്ഥന കൂടാനും തുടങ്ങി. പിന്നെ ഉടമ്പടി കാശ് രൂപം കയ്യിൽ എപ്പോഴും കൊണ്ട് നടക്കും. അതേപോലെ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ സർവ്വശക്തനായ പിതാവും നന്മ നിറഞ്ഞവരുമേ ചൊല്ലും. അപ്പോൾ പിന്നെ IELTS എഴുതലാണ് അടുത്ത കടമ്പ. അപ്പോൾ ഞാനൊരു മലയാളം മീഡിയത്തിൽ സ്കൂളിൽ പഠിച്ചതുകൊണ്ടും എൻ്റെ ഇംഗ്ലീഷ് അത്ര വലിയ പെർഫെക്റ്റ് അല്ലായിരുന്നു. ഞാൻ IELTS കോച്ചിങ്ങിന് പഠിച്ചു. എക്സാം എഴുതുന്നതിന് മുമ്പ് അമ്മ മാതാവിൻ്റെ കാശ് രൂപം വെച്ച് തലേ ദിവസം ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ എക്സാമിന് പോയപ്പോഴും അമ്മ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ സമയം മൊത്തം ഞാൻ അമ്മ മാതാവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്നെക്കൊണ്ട് ഇത് പറ്റില്ല. അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഞാൻ എക്സാം എഴുതി. റിസൾട്ട് വന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടി. 7 സ്കോർ കിട്ടി 9. അതിനുശേഷം അടുത്ത കടമ്പ എന്ന് പറയുന്നത് അഡ്മിഷനാണ്. അഡ്മിഷനും കൊടുത്തു. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അതും പെട്ടെന്ന് നടന്നു. പിന്നെ ലോൺ ആപ്ലിക്കേഷനുമായിട്ട് മുമ്പോട്ട് പോയി. ലോണും എല്ലാം ഓക്കെ നടന്നുകൊണ്ടിരിക്കേണ്ട ഇടയിലാണ് പറയുന്നത്, എൻ്റെ ചെറിയ അനിയത്തിക്ക് 18 വയസ്സായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. അപ്പോഴും പ്രത്യേക പ്രാർത്ഥന എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ചൊല്ലിയും കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും കരഞ്ഞു പ്രാർത്ഥിക്കും. അമ്മ എൻ്റെ ഒപ്പം വരും. ഞങ്ങൾ രണ്ടാളും പ്രാർത്ഥിക്കും. കാരണം ഇതിന് കുറച്ച് നല്ല ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നെ ലീഗൽ പ്രൊസീജിയേഴ്സാണ് നമുക്കുള്ളത്. അപ്പോൾ അത് വിചാരിച്ചതിനേക്കാളും കൂടുതൽ സമയമെടുത്തു നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു എന്താ ഇത്രയും സമയം എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ സെപ്റ്റംബർ പോകേണ്ട എൻ്റെത് ഇൻടേക്ക് ഡിസംബറിലേക്കായിട്ട് അപ്പോഴേക്കാണ് ഇതിനൊരു നടപടി വന്ന് ഞാൻ ലോൺ അപ്ലൈ ചെയ്യണത്. അപ്പോൾ ലോൺ അപ്ലൈ ചെയ്തപ്പോൾ പറഞ്ഞു ചെറിയ ആൾക്ക് 18 ആവാത്തത് കൊണ്ട് ആളുടെ കയ്യിലൊരു 6 ലക്ഷം രൂപ, നമ്മളെ കയ്യിൽ അത്രയും പൈസ ഇല്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ എൻ്റെ കയ്യിലൊന്നുമില്ല, അമ്മയായിട്ട് എന്തെങ്കിലും തന്നാലേ നമുക്ക് നടക്കുകയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ പള്ളിയിലുള്ള തന്നെ 2 ആൾക്കാരോട് ചോദിച്ചപ്പോൾ അപ്പം തന്നെ അവർ പൈസ തരാമെന്ന് പറഞ്ഞു. എന്ന് തരുമെന്നോ അതൊന്നും ചോദിക്കാതെ അപ്പം തന്നെ പൈസ തരും. ആ നടപടിക്രമങ്ങൾ നടക്കുകയും ചെയ്തു. അപ്പോൾ ആ ടൈമിലാണ് കാനഡേൻ്റെ നിയമം മാറുന്നത്. 6 ലക്ഷം രൂപ ഫസ്റ്റ് സെമിസ്റ്റർ ഫീസ് അടച്ചാൽ മാത്രം മതി എന്നുള്ളത്. അപ്പോൾ ഫുൾ എമൗണ്ട് അടക്കാൻ നമ്മളെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് സെമിസ്റ്റർ ഫീസ് മാത്രം അടച്ചു. അതിന് നമ്മളെ അടുത്ത് പൈസ ഇല്ലായിരുന്നില്ല. അപ്പോഴും അമ്മ മാതാവ് കനിഞ്ഞ് നമ്മൾ വിചാരിക്കാത്ത പലരാണ് നമുക്ക് പൈസ തന്നത്. അപ്പോൾ പിന്നെ അടുത്ത പ്രൊസീജിയർ വിസയാണ്. വിസയ്ക്ക് വെച്ചതിന് ശേഷം നിയമം മാറിയതുകൊണ്ട് തന്നെ 6 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് ഏകദേശം 21 ലക്ഷം രൂപ ഉണ്ട്. അത് വെച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. അതെന്തായാലും ആ ചെറിയ ഗ്യാപ്പിൽ നമുക്ക് കിട്ടില്ലായിരുന്നു ബാങ്കിൽ നിന്ന്. അപ്പോൾ ഈ 6 ലക്ഷം രൂപ അപ്പം ഞാൻ മാതാവ് എനിക്ക് തന്നൊരു അനുഗ്രഹമാണ് മറ്റേ നടപടി ക്രമീകരണങ്ങൾ വൈകിക്കാനുള്ള കാരണം അതുകൊണ്ടാണ്. കാരണം ആ ടൈം ആയപ്പോഴത്തേക്കാണ് ആ നിയമം മാറിയതും 6 ലക്ഷം രൂപ അത് ഫസ്റ്റ് സെമിസ്റ്റർ ഫീസ് മാത്രം അടച്ചാൽ മതി വിസയ്ക്ക് അങ്ങനെ വന്നതും. അല്ലെങ്കിൽ 21 ലക്ഷം കൊടുക്കേണ്ടടുത്താണ് എനിക്ക് അവിടെ 6 ലക്ഷം മാത്രം വന്നത്. അതിൽ വിസയ്ക്ക് വെച്ചു. വിസേൻ്റെ കാലാവധി കൂട്ടിയെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിസയ്ക്ക് വെച്ചൊരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വിളി വന്നു, വിസ റിജക്റ്റായി എന്നും പറഞ്ഞിട്ട്. തകർന്നു പോയി. കാരണം ഉപവാസം ബുധനാഴ്ച മാത്രം എടുത്തുകൊണ്ടിരുന്ന ഞാൻ എല്ലാ ദിവസവും ഉപവാസം എടുക്കാൻ തുടങ്ങി. കരഞ്ഞു. കാരണം അത്രയും ആഗ്രഹിച്ച് ഞാൻ ഒന്നിനും ഇതുവരെ നിന്നിട്ടില്ല. പിന്നെ അമ്മ എന്നോട് പറഞ്ഞു നമുക്ക് ഒന്നും കൂടെ മാതാവിൻ്റെ അടുത്ത് പോവാം, പ്രാർത്ഥിക്കാം. അപ്പോൾ ഏറ്റവും അടുത്ത പ്രാവശ്യം തന്നെ മാതാവിൻ്റെ അടുത്ത് വന്നു ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു.
പിന്നെയും വിസയ്ക്ക് വെച്ചു. വിസയ്ക്ക് വെക്കുന്നതിന് മുമ്പ് കാശ് രൂപം കൈ പിടിച്ച് പ്രാർത്ഥിക്കുകയും തൈലം പരത്തി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് വിസയ്ക്കാൻ വെച്ചത്. 1 മാസം കൊണ്ട് കിട്ടേണ്ട വിസ 3 ദിവസം കൊണ്ട് എനിക്ക് അപ്രൂവായി. 3 ദിവസം കൊണ്ട് വിസ അപ്രൂവ് ആവുകയും ചെയ്തു. എൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അന്നൊരു തീരുമാനം എടുത്തിരുന്നു, വിസ പ്രിൻ്റ് ഔട്ട് ചെയ്ത് കിട്ടാൻ ഏകദേശം 2 ആഴ്ച ടൈം എടുക്കും. അത് കിട്ടിയിട്ടേ ഞാൻ ടിക്കറ്റ് ഇവിടെ വന്ന് പറഞ്ഞിട്ടേ ഞാൻ ടിക്കറ്റ് എടുക്കുകയുള്ളൂ എന്ന്. അപ്പോൾ വിസ കിട്ടി എൻ്റെ കയ്യിൽ 2 ദിവസം മുമ്പാണ് എനിക്ക് വിസ കിട്ടിയത്. അപ്പോൾ അത് കിട്ടുകയും ചെയ്തു. അമ്മ മാതാവിന് മുമ്പിൽ വന്ന് പറയാനും പറ്റി. ഇതാണ് അമ്മ മാതാവ് തന്നതിൻ്റെ അനുഗ്രഹം. കാരണം 1 മാസം കൊണ്ട് കിട്ടേണ്ട വിസയാണ് എനിക്ക് 3 ദിവസം കൊണ്ട് അമ്മ മാതാവ് ശരിയാക്കി തന്നത്. ഒട്ടും ഞായറാഴ്ച പ്രാർത്ഥനകൾ തന്നെ ഞാൻ പുറത്തായിരുന്നെങ്കിൽ പ്രാർത്ഥിക്കില്ലായിരുന്നു. ഞാൻ 1 ദിവസം പോലും പ്രാർത്ഥന മുടക്കാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പള്ളിയിൽ പോയി, കുർബാനയ്ക്ക് കൂടി, ഫോണിൽ ബൈബിളിൻ്റെ ആപ്പുണ്ട്, ആ സമയം കിട്ടുമ്പോൾ അത് വായിക്കും. വെറുതെ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നന്മ നിറഞ്ഞ പറയുമ്പോൾ സർവ്വശക്തനായ പിതാവ് ഞാൻ ചൊല്ലും. സ്റ്റെപ്പ് കയറുമ്പോഴാണെങ്കിലും ഞാൻ ചൊല്ലാൻ തുടങ്ങും. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ അടുക്കും തോറും നമ്മൾ ഉപേക്ഷിക്കില്ല അമ്മ. അതേപോലെ തന്നെ എൻ്റെ അമ്മ വെയിറ്റ് എടുത്തിട്ട് കാലിന് വേദന തുടങ്ങി. വേദന എന്ന് പറഞ്ഞാൽ ഏത് ഡോക്ടർ നോക്കിയിട്ടും റെഡിയായില്ല. ഞാൻ വിസയ്ക്ക് വേണ്ടി ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അമ്മ എൻ്റെ ഒപ്പം വന്നായിരുന്നു. അമ്മയും ഉടമ്പടി പുതുക്കി. ഞാനിവിടെ വന്ന് 2025 ഫെബ്രുവരി 23-നാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കാലിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ഡോക്ടറെ അടുത്ത് ചെന്ന് കാണിച്ചിട്ടും എൻ്റെ കാലിൻ്റെ വേദന മാറുന്നില്ല. എനിക്ക് പള്ളിയിൽ പോയി ഒന്ന് മുട്ട് കുത്താൻ പോലും പറ്റുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പള്ളിയിൽ എന്നും പോകാനും ദൈവത്തെ വിളിക്കാനും എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് പള്ളിയിൽ ചെന്ന് എല്ലാവരും മുട്ട് കുത്തുമ്പോൾ എനിക്ക് മാത്രം മുട്ട് കുത്താൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോയതിൽ പിന്നെ എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായിട്ട് മാറി. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ കൊന്തയാണെങ്കിലും അവിടെ നിന്ന് മുട്ട് കുത്തി ഇവിടെ വരെ ചെല്ലി എനിക്ക് ഒരു വേദന ഉണ്ടായിട്ടില്ല ഇതുവരെ. അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. എന്നെ ഇവരുടെ പപ്പ മരിച്ചിട്ട് ഇപ്പോൾ 16 വർഷമാകണം. ഇവൻ 7 വയസ്സുള്ളപ്പോൾ മരിച്ച മഞ്ഞപ്പിത്തം വന്ന്. ഈ 3 കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തി ഇവിടം വരെ എത്തിച്ച അമ്മ മാതാവിന് ഒരുപാട് നന്ദി. എന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10:4. നിൻ്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു. ഷാൽബിൻ സെബാസ്റ്റ്യൻ എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ ശ്രേഷ്ഠമായ ഒരു സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു. വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള മകൻ്റെ IELTS പഠനം, ആ പഠനത്തിന് ഏറെ ക്ലേശങ്ങൾ അവൻ കടന്നുപോയെങ്കിലും ലഭിച്ച നല്ല വിജയം, 9-ൽ 7 സ്കോർ നേടി നല്ല വിജയം പ്രതീക്ഷിച്ചതിനും മികച്ച വിജയം നേടുവാൻ അമ്മ സഹായിച്ചതിനെയാണ് ആദ്യം നന്ദിപൂർവ്വം അനുസ്മരിച്ചത്. പിന്നീട് അവൻ്റെ കാനഡ പ്രോസസ്സിനെയാണ് സൂചിപ്പിച്ചത്. എൻ്റെ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ വേഗം മുന്നോട്ട് പോയെങ്കിലും വിസയ്ക്ക് വേണ്ടി ചെയ്തത് ആദ്യം പണം ശേഖരിക്കുക എന്നുള്ളതായിരുന്നു. 6 ലക്ഷം രൂപ അവിടെ അടയ്ക്കേണ്ട വിഷയമായിരുന്നു. അത് ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് എപ്പോഴും ലഭിക്കുന്നൊരു സംരക്ഷണമാണ്. ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കുന്നവർ നമ്മളെ ഉപേക്ഷിച്ചാലും നാം കരുതാത്തവരിലൂടെ നമുക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ സഹായങ്ങൾ. മകൻ പറയുന്നുണ്ട്, 6 ലക്ഷം രൂപ നിമിഷ ദിവസങ്ങൾ കൊണ്ട് പ്രതീക്ഷിക്കാത്ത വിധം ഓരോരുത്തരും നൽകി ആ അടയ്ക്കേണ്ട പണത്തിൻ്റെ കാര്യം സെറ്റിൽ ചെയ്തു വന്നു. മകന് വളരെ വലിയ പ്രതീക്ഷയായി. വിസ പ്രോസസ്സിന് പൂർത്തിയായാൽ വേഗത്തിൽ പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുമെന്ന് മകൻ പറയുന്നുണ്ട്. വിസ പ്രോസസ്സ് വേറെ തടസ്സമൊന്നും കാണാതിരിക്കുമ്പോഴാണ് അത് റിജക്റ്റ് ചെയ്തുകൊണ്ടുള്ള മെയിൽ വരുന്നത്. മകനെ ആകെ ഉലച്ചൊരു വിഷയം, ഉടമ്പടിയിലെ ക്രൈസിസ് പോയിൻ്റ് അതാണ്. നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോഴെപ്പോഴും അതിലെ ചില ക്രൈസിസ് പോയിൻ്റുകൾ വരാറുണ്ട്. അത് ഉടമ്പടിയുടെ വിശ്വസ്തത മാറ്റുരച്ച് നോക്കുന്നതാണ്. ഉടമ്പടിയിൽ നമുക്കുള്ള വിശ്വാസത്തെ മാറ്റുരച്ച് നോക്കുന്നതാണ്. ഒരു പ്രതിസന്ധി ഉടമ്പടി കാലത്ത് നമുക്ക് വരുമ്പോൾ നമ്മൾ ഉടമ്പടി ഉപേക്ഷിച്ച് പോകുന്നവരാണോ, ഉടമ്പടിയിൽ കൂടുതൽ ശരണപ്പെടുവാനുള്ള വഴികൾ തേടുന്നവരാണോ? അതാണ് മകൻ്റെ വാക്കുകൾ പിന്നീട് നമ്മളെ ബോധ്യപ്പെടുത്തിയത്. അവൻ പറഞ്ഞു, ഞാൻ ഞായറാഴ്ച മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തി, കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്ന വ്യക്തി, എല്ലാ ദിവസവും ബലിയർപ്പണത്തിൽ പോകുവാൻ തുടങ്ങി. എൻ്റെ പ്രാർത്ഥനകളിൽ വല്ലാതെ വീട്ടിൽ തന്നെ പിന്നോട്ട് നിന്നിരുന്നയാൾ പൂർണ്ണമായി ഞാൻ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ തുടങ്ങി. ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിച്ചുകൊണ്ടിരുന്ന ഞാൻ എല്ലാ ദിവസവും ഉപവാസത്തിലേക്ക് വരാൻ തുടങ്ങി. അത് ഒരു പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉടമ്പടിക്ക് കൊടുക്കുന്നതാണ്.
എൻ്റെ ജീവിതത്തിനൊരു തടസ്സമുണ്ടായെങ്കിൽ തടസ്സത്തിൻ്റെ കാരണങ്ങളെ ഞാൻ തിരിച്ചറിയുമ്പോൾ ആ കാരണങ്ങൾ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ ഞാൻ എൻ്റെ അമ്മ മാതാവിൽ, എൻ്റെ ഈശോയിൽ ആശ്രയിക്കുമെന്ന് ഉറപ്പിക്കുന്നതാണ് അവൻ ചെയ്ത പ്രവൃത്തികൾ. അധിക ദിവസം വേണ്ടി വന്നില്ലെന്ന് അവൻ്റെ സാക്ഷ്യത്തിൽ നമ്മൾ മനസ്സിലായി. 3-ാം ദിവസം രണ്ടാമത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ഉടമ്പടി എത്തുന്നു. 30 ദിവസത്തിനുള്ളിൽ വരേണ്ടത് 3 ദിവസം കൊണ്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവൻ്റെ കരങ്ങളിൽ വിസയടിച്ച് കൊടുത്തതിനെയാണ് വലിയ സന്തോഷത്തോടെ മകനെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾ എപ്പോഴും ജീവിതത്തോട് ഉറപ്പിച്ചു നിർത്താനാവണം. ഉടമ്പടി എടുക്കുന്നവർ ഒരു ക്രൈസിസിലാണ് ഉടമ്പടി എടുക്കുക. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നം മറ്റുള്ളവരോട് പറയാനാവുന്നതോ പറയാനാവാത്തതോ ആയ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ ഓരോരുത്തരും വന്ന് അമ്മ മാതാവിൽ ശരണപ്പെടുന്നുണ്ട്. നമ്മൾ ആദ്യകാലത്ത് ആവേശത്തോടു കൂടി ഉടമ്പടി ജീവിക്കുവാനായി ചിലർ പരിശ്രമിക്കും. ചിലർ ആദ്യകാലത്ത് ഇത് ഭാരപ്പെട്ട മനസ്സോടുകൂടി എങ്ങനെ കൊണ്ടുപോകുമെന്ന് കരുതിക്കൊണ്ട് ഉടമ്പടി ഒന്ന് ഉഴപ്പുന്നതും കാണാറുണ്ട്. ആവേശത്തോടെ ജീവിക്കുന്നവർ ഒരല്പം മുൻപോട്ട് പോയി കഴിയുമ്പോൾ കാര്യങ്ങൾ സ്മൂത്തായി, വലിയ കുഴപ്പമില്ല, ജീവിതത്തിൽ നമ്മൾ തിരിച്ചു പിടിക്കണമെന്ന് കരുതിയതൊക്കെ തിരികെ കിട്ടിത്തുടങ്ങിയെന്ന് കാണുമ്പോൾ ചിലപ്പോഴൊന്ന് ഉഴപ്പാറുണ്ട്. ഉടമ്പടി എങ്ങനെ ഈ തിരമാല പോലെ ഉയർന്നും താന്നും പോകേണ്ടതല്ല. ഉടമ്പടി എപ്പോഴും ഹൃദയത്തിൻ്റെ വിശുദ്ധിയിലും വിശ്വസ്തതയിലും ദൈവത്തിനരികിൽ ഒരിടമുണ്ടെന്ന് ഉറപ്പിക്കേണ്ട ജീവിതശൈലിയാണ്. അതുകൊണ്ടാണ് മകൻ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട പോരായ്മകളിൽ എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും 100 ഇരട്ടി ശക്തിയോടെ 100 ഇരട്ടി ശരണത്തോടെ എന്നെ തന്നെ ഒന്ന് തിരുത്തി കൊടുത്തപ്പോൾ എനിക്കത് വേഗത്തിലുള്ള അനുഗ്രഹത്തിന് കാരണമായെന്ന. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമുക്ക് മാനുഷികമായി അസാധ്യമെന്ന് കരുതുന്ന ഇടങ്ങളിൽ നമുക്ക് വേണ്ടി നന്മകൾ ഒരുക്കി തരുവാൻ സന്നദ്ധമാണ്. അതുകൊണ്ട് 30 ദിവസം 3 ദിവസമായി ചുരുങ്ങും. 3 ദിവസം വേണമെങ്കിൽ 3 മണിക്കൂറായി ചുരുങ്ങും. നമുക്ക് വലിയ അപകടമെന്ന് പറയുന്നവ നിസ്സാര വിഷയങ്ങളായി പരിണമിക്കുന്നത് നമുക്ക് കാണാനാവും. ഈ മകൻ ഈ അത്ഭുതമായ ചുരുക്കത്തിൻ്റെ ദൈവത്തോട് പുലർത്തുന്ന വിശ്വസ്തതയ്ക്ക് അതിൽ 100 ഇരട്ടി സ്നേഹത്തോടു കൂടി ദൈവം ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുക. ഒന്നും പാഴാവില്ല. നാം കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നാം ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ജീവിതത്തിൻ്റെ വിശുദ്ധി വീണ്ടെടുക്കുവാൻ നാം നടത്തുന്ന ത്യാഗങ്ങൾ ഒന്നും പാഴാവില്ല. അതൊക്കെ ദൈവം നമ്മുടെ തന്നെ അക്കൗണ്ടിൽ ചേർത്ത് കൃപയായി അനുഗ്രഹമായി തിരികെ നൽകിക്കൊണ്ടിരിക്കും. ഈ മകന് ലഭിച്ച ഈ എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.